ഇന്നത്തെ ദിവസം കേരളത്തിന് സ്റ്റേ കൊടുത്തതാ പ്രതീക്ഷ അല്ലാതെ. അതും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂടി ബ്ലറായി. അവിടെ റൂമിൽ മൊത്തം 8 ആൾക്കാരുണ്ടായിരുന്നു. 8 ആളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന റാങ്കിന്റെ ആയിരുന്നു. വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വീട്ടുകാർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാർ ഇങ്ങനെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി, പക്ഷെ നമുക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. എങ്ങനെ ഇത് ഇവിടെ വന്ന് വിട്ടു, കാരണം കൃത്യം ബോർഡർ, കാരണം അത്രക്കും പഠിച്ചിരുന്നു. അവസാനം എത്തിയപ്പോൾ നമുക്കൊന്നും പറയാനില്ല, ഞാൻ എത്തിപ്പോയില്ല, നമ്മൾ പറഞ്ഞൊന്നും നടന്നില്ല. ആ ഒരു ഗിൽട്ട് ഫീലിലായിരുന്നു. ഏതായാലും അതിന് പിന്നെ ഓടിച്ചിട്ട് പിടിച്ചെന്ന് വേണം പറയാനല്ലേ. നമ്മളിട്ട് കുറച്ച് കറക്കി. ഞാൻ റൗണ്ട് 3 എത്തിയപ്പോൾ ലീവ് എടുത്താ 15 ദിവസം, അതായത് കിട്ടിയാറുണ്ട്. പിന്നെ കഴിഞ്ഞപ്പോ കൃത്യം 300 റാങ്ക് വ്യത്യാസം. മൈക്ക് വെച്ചു. 2025 എൻട്രൻസ് റിസൾട്ടിലെ ഡോപ്പയിലെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണ് വിത്ത് ഫവാസ് നടക്കാൻ പോകുന്നത്. ഒന്നല്ല, നമ്മുടെ ഇതേ ക്യാമ്പ് ഞാനിപ്പോൾ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. സമയം ഒരു 7:30 സമയത്താണ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം വന്ന സമയത്ത് കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഗവൺമെൻറ് MBBS തമിഴ്നാട് കിട്ടി എന്നുള്ള സന്തോഷം ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ പറയാം നമുക്കൊരു ഇൻ്റർവ്യൂ എടുത്താലോ. അപ്പോൾ അവന് ഷർട്ട് മാറ്റം നിർബന്ധം, ഷർട്ട് മാറ്റി ഓടിയെത്തിയതാണ്. സോ എന്താ ഇപ്പോൾ തോന്നുന്നത്? ഇപ്പോൾ എന്താ പറയണെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവണില്ല. എന്താ ഞാൻ പറഞ്ഞേ, ഇവിടെ പഠിച്ചിരിക്കുകയായിരുന്നു. മറ്റന്നാൾ റിവിഷൻ എക്സാം ആണ്, ഒക്കെ പ്ലാൻ ചെയ്ത് പോക്കറ്റിൽ വെച്ചിരിക്കുന്നു. ഈ വർഷം തന്നെ കിട്ടൂലാൻ തന്നെ ഉറപ്പിച്ചിട്ട് പഠനം തുടങ്ങിയതായിരുന്നു അല്ലേ? അതെ. ഈ 3rd റൗണ്ട് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഇതിനായിട്ട് മാറ്റിവെച്ച്. അന്ന് ഒന്ന് പഠിക്കാൻ വന്നിരുന്ന സമയത്ത് എന്നോട് സ്റ്റോറി പറഞ്ഞിരുന്നു 530 എങ്ങാനും കിട്ടിയതായിരുന്നു, പിന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അങ്ങനെ അതെ. ഒത്ത അവസാനം 170 കണ്ട് നമ്മളാ ഒന്നാമത് പ്രഷർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ലാസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഫുൾ നോക്കിയപ്പോഴാണ് സാധനം കണ്ടില്ല. നമ്മൾ 530 എല്ലാവരും പറഞ്ഞത്. ടോപ്പിൽ പോലും 530. പെട്ടെന്ന് 526 എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാറി. 530 കട്ട് ഓഫിലേക്കും വന്നു. 3rd റൗണ്ട് എത്തിയപ്പോൾ 527 കേരളത്തിൽ കയറി. അപ്പോൾ ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ തെറ്റിച്ച് കുത്തി. അതൊക്കെ ഭയങ്കര. അത് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് ഇനിയും പഠിക്കാനിരിക്കുക എന്നുള്ള സ്വന്തം പ്രിപ്പറേഷനിൽ നിന്ന് ഞാൻ പ്രത്യേകം സമ്മതിക്കുന്നുണ്ട്. കാരണം 526 എത്തി വേറൊരു കോഴ്സിലേക്കൊന്നും പോവാണ്ട് നിന്ന് ഇനിയൊരു വർഷം തന്നെ പഠിക്കണമല്ലോ. കാരണം മാർക്ക് ചെയ്യാനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വിട്ടതിൻ്റെ അന്നൊക്കെ ആണെങ്കിൽ 530 കിട്ടി എന്നുള്ളതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു അല്ലേ? പിന്നെ റൂംമേറ്റ്സിൽ എല്ലാവരും കിട്ടി. റൂംമേറ്റ്സ് പറയുകയാണെങ്കിൽ റൂമിൽ മൊത്തം 8 ആൾക്കാരുണ്ടായിരുന്നു. 8 ആളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന റാങ്കിന്റെ ആയിരുന്നു. ടോപ്പില് റിഷാദ് മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ ടോപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് റിഷാദ് മുന്നേ ഉണ്ടായിരുന്നു, സാബിൻ ഉണ്ടായിരുന്നു, അൻഷിദ് ഉണ്ടായിരുന്നു, ഹനീന് തൃശ്ശൂര്, നിസാമ് തൃശ്ശൂര് കയറി. പിന്നെ ഒരാള് വേറെ കോഴ്സിനും കയറിയിരുന്നു, ഹനാനും പറഞ്ഞ ചെക്കുണ്ടായിരുന്നു. അവരെല്ലാവർക്കും കിട്ടി, പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ അതൊക്കെ ഒരാളുടെ ഇങ്ങനെ നമ്മളോട് ഇവിടുത്തെ ചെക്കന്മാർ വയ്ക്കും, റൂമത്തെ എല്ലാവർക്കും കിട്ടിയേക്കുമ്പോ ഞാൻ പറയും ഞാനാണ് ഏറ്റവും ചെറിയ മാർക്ക്, ബാക്കിയുള്ളവരൊക്കെ കിട്ടി. അതാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ ഒരു സുഖമാണെങ്കിൽ നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ടാവും, ഭയങ്കര വിഷമമുണ്ടാവും. അല്ല ഒരു ക്വസ്റ്റ്യന് ഒരു ഇതൊക്കെ പറയുമ്പോൾ നമ്മള് കൃത്യം ഷാർപ്പ് അടിച്ചാണ് നമ്മൾ. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫുള്ള് പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഈ വർഷം ഇവിടെ എത്ര ദിവസമായി ഇരിക്കുന്നത്? കൃത്യം മോർ ദാൻ ഒരു 55 ഡേയ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ഇയറിലെ ബോർഡർ ലൈൻ മാർക്ക് പോയി 530 കിട്ടി എന്ന് പറഞ്ഞ് ആഘോഷിച്ച് ഒന്ന് മാർക്ക് ചെയ്യാൻ വിട്ട് 526 ആയി. അത് ഓഗസ്റ്റ് മുതൽ തന്നെ. എന്നാലും കുഴപ്പമില്ല, ഈ വർഷത്തെ നെക്സ്റ്റ് ഇയറിലേക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കാതിരുന്ന് അതിനിടയിൽ 526 ഇപ്പം സ്ട്രേ വേക്കൻസിയിൽ അലോട്ട്മെന്റ് വന്നപ്പോൾ കിട്ടി. എന്താണ് വീട്ടുകാരൊക്കെ എന്ത് പറയുന്നത്? വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വീട്ടുകാർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാർ ഇങ്ങനെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി, പക്ഷെ നമുക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. നമ്മൾ ആദ്യം ഫസ്റ്റ് ആൻസർക്ക് വന്നപ്പോൾ 555 ഉണ്ടായിരുന്നു. അത് ഞാൻ നിയാസ്കാണ്ടൊക്കെ പറയുന്നു. പെട്ടെന്ന് അടുത്ത ആൻസർക്ക് വന്നപ്പോൾ 530 ആയി മാറി. 25 ക്വസ്റ്റ്യൻ്റെ 5 ക്വസ്റ്റ്യൻ്റെ മാറ്റം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞത് കേരളം കിട്ടും പ്രാർത്ഥിച്ചോ, പിന്നെ പറഞ്ഞു കേരളം കിട്ടൂല, വേറെ എവിടെയും കിട്ടും, പിന്നെ എവിടെയും കിട്ടൂല. വീട്ടുകാർക്ക് ഒരു ട്രസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് 555 വന്നപ്പോൾ ഞാൻ CUT എഴുതാൻ പോയില്ല, അതൊക്കെ എഴുതാൻ പോയില്ല. പിന്നെ ഫാർമസി മാത്രം എഴുതി. നമുക്ക് ഫാർമസിയിൽ 190 റാങ്ക്, 190. അപ്പോൾ അതിൽ മാത്സ് എഴുതിയില്ല, അപ്പോൾ എഞ്ചിനീയറിംഗ് കൊടുക്കാൻ പറ്റില്ല. ഒക്കെ ഒരു ബ്ലണ്ട് ആയി കിടക്കുക. ഇപ്പോൾ ഡിസംബർ ആയി, അപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാകുമ്പോൾ 5 മാസം കഴിഞ്ഞാൽ നീറ്റ്, 5 മാസം കഴിഞ്ഞാൽ അല്ലാതെ ഒരു പെർഫെക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. അതിന് മുന്നത്തെ അലോട്ട്മെന്റിൽ 527 വരെ പോയി. ഞാൻ 526 നിൽക്കുന്നത് അല്ലേ? കേരള അലോട്ട്മെന്റ് 10 റാങ്കിന് പോയി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഡിപ്പായി. അതും അവസാനം എനിക്ക് മാത്രമാണ് എന്നെ പിടിച്ച് മാറ്റി വെക്കുന്ന ഒരു ഫീൽ വന്നിട്ടുണ്ടാവും അല്ലേ? വരച്ച മാതിരി തോന്നി. എഞ്ചിനീയറിംഗ് ഇതില്ല, മറ്റേ കോഴ്സിന് ചെയ്യാൻ പറ്റില്ല. പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ടായിരുന്നു? പ്ലസ് ടു എനിക്ക് 95% ഉണ്ടായിരുന്നു. അത് 95%. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ 10 ഫുൾ A+. നമ്മൾ കൊറോണ സമയത്ത് ഒന്നാണ്, നമ്മൾ വലിയ പഠിപ്പൊന്നുമല്ല. കൊറോണ സമയത്ത് നമ്മൾ വീഡിയോ ക്ലാസ് ഡെയിലി 3 ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എക്സ്പീരിയൻസ്ഡായി. അങ്ങനെയാണ് ഒരു ത്രില്ല് വന്നത്. പിന്നെ +1 +2 ബോർഡ് എക്സാമിലെ ആറ്റിറ്റ്യൂഡ്, നമുക്ക് പഠിച്ചാൽ കിട്ടും, വലിയ വർക്കൊന്നും വേണ്ട,
കാരണം അല്ലാതെ അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ 2024 എഴുതിയപ്പോൾ എൻ്റെർലി പൊട്ടി. പക്ഷെ ആ പൊട്ടിയതാണ് എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. കാരണം ഞാൻ എപ്പോൾ ഇപ്പോൾ വന്നാലും ആ 2024 നീറ്റിൻ്റെ ആ ഡേ നോക്കും. ആ ഡേ അന്ന് രാത്രി ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ച് അത് കൃത്യമായിട്ട് മൈൻഡിൽ വരും എന്ത് ഇപ്പോൾ വന്നാലും. കാരണം ആ ഡേ അത് ഓവർകം ചെയ്ത് എത്തിക്കാന്നുള്ള സാധനം ഉണ്ടായിരുന്നു. അതും ഞാൻ പക്ക ഷുവറാക്കിയതാണ്. ഇത് അവസാനത്തെ ലാസ്റ്റാണ് എഴുതിയത്. പക്ഷേ ഈ മൂന്നാമത് വരുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കും എങ്ങനെ ഇത് ഇവിടെ വന്ന് വിട്ടു. കാരണം കൃത്യം ബോർഡർ കാരണം അത്രക്കും പഠിച്ചിരുന്നു. അപ്പോൾ കൃത്യം അവസാനം എത്തിയപ്പോൾ നമുക്കൊന്നും പറയാനില്ല, ഞാൻ എത്തിപ്പോയി, നമ്മൾ പറഞ്ഞൊന്നും നടന്നില്ല. ആ ഒരു ഗിൽട്ട് ഫീലിലായിരുന്നു, ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത്. നമ്മൾ ചെറിയൊരു തെത്ത് സെറിമണിയൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ മുമ്പ് ആ പരിപാടി സംഘടിപ്പിച്ചതിൽ കുറച്ച് ആൾക്കാർ വിളിച്ചു ആദ്യം. അന്ന് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ അടിപൊളിയായിട്ട് പോയിരുന്നു. അന്ന് 555 അടിപൊളിയായിരുന്നു. അന്ന് പെട്ടെന്ന് ഒരു കറക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് 530 ആടി. അപ്പൊ ഞാൻ ഓക്കെ ഇനിയിപ്പോ എന്തായാലും സമാധാനത്തോടെ ഇരിക്കാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരുന്നാണ്. പിന്നെ ഞാൻ എവിടേക്ക് പോവോ ആവോ ഇല്ലേ സെറ്റിന്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ വീട്ടുകാരോട് ഇപ്പൊ സന്തോഷം പറഞ്ഞോ, ഡോക്ടറായി, ഗവൺമെന്റിൽ MBBS അഡ്മിഷൻ കിട്ടിയെന്നുള്ള രാത്രി വിളിച്ചു ഞാൻ ചോദിക്കും. നേരത്തെ പറഞ്ഞപ്പോ ഞാൻ വന്ന സമയത്ത് വീട്ടുകാർ ചോദിച്ചിരുന്നു വേറെ എന്തെങ്കിലും പണിക്കൊക്കെ പോയിക്കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് വീട്ടുകാർക്ക് നീറ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നും. അപ്പൊ നമ്മളായിട്ട് കൊടുത്തിട്ട ടോപ്പിക്കാണ്. ഫാമിലി വേറെ ഡോക്ടേഴ്സ് ഉണ്ടോ? ഫാമിലിയിൽ പറഞ്ഞാല് ഒരു നേരിട്ടുള്ള ബ്രാഞ്ചിലില്ല, നെതർലാൻഡ് ഉണ്ട്. പക്ഷെ അവര് ആയതിനു ശേഷമാണ്. പണ്ടൊന്നും അറിയില്ല. നമ്മൾ +2 പഠിക്കുമ്പോൾ അവർ എന്താ എടുക്കാന്ന് വലിയ ധാരണ ഇല്ല. +2 ഗവൺമെന്റ് പഠിച്ചു, അവരങ്ങനെ പോകുന്നതാണ്. ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായില്ല. അലോട്ട്മെന്റിനെ പറ്റിയിട്ടും യാതൊരു ഐഡിയ. അപ്പൊ നമ്മൾ തന്നെ ഒക്കെ അയക്കുന്നു. അപ്പോൾ അവര് പറഞ്ഞത് അനക്ക് പറ്റില്ല വേറെ എന്തിനാ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ 2 കൊല്ലം പഠിച്ചത് ഒരു മെറിറ്റ് സീറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അത് എവിടെയും കിട്ടില്ല. എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പോയിരുന്നു, സിവിലോ CSCയോ എന്താണ് ഞാൻ പോയിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ അതും നമ്മൾ പ്രൈവറ്റ് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവും. പിന്നെ കൃത്യം ഡിസംബറിൽ വന്ന് നിൽക്കുമ്പോൾ 5 മാസം ഇങ്ങനെ നീറ്റ്. 5 മാസം എന്ന് പറഞ്ഞാൽ വേഗം പോകും, ചെറിയൊരു കൗണ്ടാണ്. 5 മാസം ഇങ്ങനെ നീറ്റ്. നീറ്റിന്റെ മോഡലൊക്കെ എഴുതിയിട്ട് എന്തുണ്ടായിരുന്നു അങ്ങനെ? അത് ഞാനിങ്ങനെ എഴുതും 550 ലാസ്റ്റ് റിവിഷൻ കിട്ടി. അപ്പോൾ ഗ്രാൻഡ് എക്സാമിന് കിട്ടി. അതും നമ്മൾ അത്രക്കും മൂഡായിട്ടുള്ള ഇതാണ്. ബയോളജി ഒന്നും വായിക്കാൻ വയ്ക്കില്ല, എങ്ങനെ വായിക്കാനാണ് അറിയില്ല. നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ ഇതിക്ക് വരുമ്പോൾ എന്താ നടക്കുന്നത് നമുക്കൊരു പുറത്തം കിട്ടില്ല. ഓക്കെ, എനിഹോ അതൊക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പം ഗവൺമെന്റിൽ MBBS കിട്ടി. ഞാൻ ആദ്യം നല്ലൊരു ഷെയ്ക്കാൻ്റെ ഏതായാലും അതിന് പിന്നെ ഓടിച്ചിട്ട് പിടിച്ചെന്ന് വേണം പറയാനല്ലേ MBBSനെ. നമ്മളിട്ട് കുറച്ച് കറക്കി. ഞാൻ റൗണ്ട് 3 എത്തിയപ്പോൾ ലീവ് എടുത്താ 15 ദിവസം. അത് കിട്ടിയാറുണ്ട്. പിന്നെ കഴിഞ്ഞപ്പോ കൃത്യം 300 റാങ്ക് വ്യത്യാസം. എനിക്ക് സെയിം മാർക്കിന് തന്നെ പോയി തോന്നുന്നു അല്ലേ? സെയിം മാർക്ക് കേരളത്തിൽ കയറി. അപ്പൊ ധോണി ആയപ്പോ സീറ്റിലാന്ന് പറഞ്ഞപ്പോൾ വളരെ സെയിം മാർക്കുള്ളവർക്ക് MBBS കിട്ടി, കേരളത്തിൽ കിട്ടി. നിനക്ക് ചിലപ്പോൾ ആൽഫബറ്റ് എന്തോ വെച്ചിട്ടാവോ വ്യത്യാസം വന്നേ? 10 റാങ്ക് വ്യത്യാസത്തില്. ഓ, വളരെ ഇതായിരുന്നത്. എന്നിട്ട് അതും കഴിഞ്ഞിട്ടും പഠനം കണ്ടിന്യൂ ചെയ്യായിരുന്നു. ബട്ട് എന്താ പറയാ, ഇത്ര നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയി നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഗീവ് ചെയ്യുന്നത്. ഇപ്പൊ കിട്ടിയ കോളേജ് ഏതായാലും ഇപ്പോ ചെന്നൈയിൽ ഒമാന്തൂർ ആണ് കോളേജ്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ ഈ 5 മണിക്ക് ബ്രേക്കിന് മുമ്പ് എൻ്റെ പോക്കറ്റിൽ റിവിഷന്റെ പ്ലാൻ എഴുതി വെച്ചിരുന്നു. എല്ലാ പാടും എഴുതി വെച്ചു. ഇന്ന് ബയോളജി ഇന്ന് രാത്രി മൊത്തം വായിക്കണം, ഫിസിക്സ് ഷോർട്ട് നോട്ട് മൊത്തം, ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും റിവിഷന് ഒരു 600 എത്തിച്ചാൽ മതി, അങ്ങനെ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നു. ശരിക്കും ഇവിടുത്തെ എനിക്ക് അധികം 600 കയറിയില്ല. പക്ഷെ ഇവിടുന്ന് ഒരു നമുക്കറിയാം പാനിക്കാവരുത് എന്നുള്ളൊരു ഒറ്റൊരു മോട്ടീവിലാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ പാനിക്കാവാതെ എഴുതിയോണ്ടാണ് ആകെ ഞാൻ ടോപ്പിൽ 2 വട്ടം 600 കോഴ്സ് ചെയ്തിട്ടുള്ളൂ. 647 626. അപ്പൊ നമുക്ക് ഈ 526 കിട്ടിയപ്പോൾ സെൽഫിലി നമ്മൾ പ്രൗഡാണ്. പക്ഷെ ഈ റാങ്ക് ഇങ്ങനെ കൃത്യം ബോർഡർ ലൈൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയറിൽ ഞങ്ങൾ ടോപ്പ് റാങ്കാ മിസ്സായത് തോന്നുന്നല്ലേ? ഞാൻ ഷാർപ്പിൽ പഠിക്കാൻ നിൽക്കായിരുന്നു. ഇതിന് പോയിക്കോട്ടെ. ഞാൻ അതിനെപ്പറ്റി അടിപൊളിയൊക്കെ ഇതേപോലത്തെ സ്റ്റേറ്റിലുള്ള കുറേ ആളുകൾ ഉണ്ടാവും മനസ്സിലാക്കാനുള്ള. നിങ്ങൾ ഇനി MBBS കോളേജിൽ പോകുമ്പോൾ അവിടെയൊക്കെ അപ്പർ ലിംബിൻ്റെ ഡിസെക്ഷനും പിന്നെ കുറച്ച് അനാട്ടമിയും ഫിസിയോളജിയൊക്കെ പഠിച്ച് മുന്നിലാവും. പാനിക്കൊന്നും ആവണ്ട, അവിടെ പോയിട്ട് പതുക്കെ പഠിച്ചു തുടങ്ങുക. റിലേറ്റീവ്ലി അവരെക്കാൾ കുറച്ച് അറ്റൻഡൻസ് കുറവുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇപ്പം കാലിക്കറ്റുള്ള പിള്ളേരെ കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോയിന്നല്ലേ? അവരെ കണ്ടിരുന്നു 3 ദിവസം പഠിച്ച് തുടങ്ങുക, അവിടെ എത്തിയിട്ട് ഉഷാറാക്കുക. ലോങ് ടേം ജേണിയാണ്. ഈവൻ നിങ്ങൾ MBBS ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ PG കോച്ചിങ്ങോ സെൻ്ററൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. MD ഒക്കെ ഇവിടെ കാലിക്കറ്റൊക്കെ തന്നെ കയറണം കേട്ടോ. പോയിട്ട് ഉഷാറാക്കിയിട്ട് വരിക. വീട്ടുകാരോടൊന്ന് രാത്രിയെ വിളിച്ച് പറയുന്നത് അല്ലേ? ഹോസ്റ്റലിൽ നിൽക്കണ്ടോ? ഇനി ബാക്കിയുള്ള പിള്ളേരൊക്കെ നാളെ ഇന്നെന്തായാലും പോക്ക് നടക്കില്ല. അപ്പം നാളെ ഇന്ന് കൃത്യം അവിടെ ഒരു നല്ല രീതിയിൽ വർത്താനം പറഞ്ഞെങ്കിലും വരികയായിരുന്നു. കാരണം 5 മണി 6 മണി ബ്രേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് മാസ്ക് കയറി കൃത്യം സ്ഥലത്ത് പോകുന്ന സമയത്ത് ഫാസ്റ്റ് വിളിച്ച് കൂടെയായിട്ട് ഞാൻ തിരിഞ്ഞിട്ട് പോയപ്പോ നേരെ ഫോൺ തന്നു കിട്ടിയായിരുന്നു. അവന് നമ്മളെന്താ കിട്ടിയപ്പോ സ്ഥലം കിട്ടിയായിരുന്നു. ടോപ്പിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മദറെ വിളിച്ചു. അവർക്കും എന്റെ സെയിം മാർക്ക് അവർക്കും കിട്ടി. ജെയിംസ് ഗേൾസിലാണ് പോയത്, അവർക്കും കിട്ടി. അവർക്ക് മൈസൂർ മെഡിക്കൽ കോളേജിൽ കിട്ടി. അവര് വിളിച്ചു പറഞ്ഞത് 526 മൈസൂർ മെഡിക്കൽ കോളേജ്. അവര് പറഞ്ഞു കിട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് കിട്ടി, നമ്മൾ ആ കൂടി ബ്ലൈൻഡ് ആയി.
ഇന്നത്തെ ദിവസം കേരളത്തിന് സ്ട്രേ കൊടുത്തതാ പ്രതീക്ഷ അല്ലാതെ. സ്ട്രേക്ക് അതും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബ്ലറായി അവിടെ. വളരെ ഒരു കിടിലൻ എക്സ്പീരിയൻസ്. അത് മാത്രമല്ല നെക്സ്റ്റ് വീക്കാണ് നമ്മുടെ ഡോപ്പയുടെ റെഡ് കാർപ്പറ്റ്. അതാണ് ഞാൻ ആലോചിച്ചു റെഡ് കാർപ്പറ്റ് വന്ന് വാങ്ങിയ അഥവാ ഞാൻ അറിയാതെ എല്ലാ സ്ഥലത്തും കൊടുക്കും ചെയ്തു വലിയ ധാരണ ഇല്ലാതെ. അഥവാ വല്ല നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ കിട്ടിക്കാൻ റെഡ് കാർപ്പറ്റ് മിസ്സിങ്, റിപ്പീറ്റ് ചെയ്താൽ +2 പരിപാടി മിസ്, ഒന്നും പങ്കെടുത്തില്ല. നമ്മൾ റിവാർഡ് മാറ്റല്ലോ എന്തെങ്കിലും വർക്കിനൊക്കെ. ബട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള പല മെന്റാലിറ്റിയിലേക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി കുറെ സ്ട്രോങ് ആയി മാറും. പിന്നെ ഈ ഭാവിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയി മാറട്ടെ എന്നുള്ളത് വിഷ് ചെയ്യുന്നു. അടിപൊളിയാക്കുക. വീട്ടുകാരെ അറിയിക്കുക. ഒരു കിലോ ലഡു വാങ്ങിച്ച് വീട്ടിലേക്ക് നാളെ. All the very best.